എല്ലാവർക്കും നമസ്കാരം. V4 വ്ലോഗ് കപ്പിൾസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി, ആയുർവേദ ഡോക്ടറാണ്. ഇന്ന് ഞാനിവിടെ പറയുന്നത് ഇഞ്ചിയെക്കുറിച്ചാണ്. ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചിയുടെ പ്രധാന ഗുണം എന്ന് പറയുന്നത് രക്തത്തെ നേർത്തതാക്കാൻ സഹായിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ക്ലോട്ട് കൊണ്ടുണ്ടാവുന്ന പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നു. ദഹനപ്രക്രിയ കൃത്യമായി നടത്താൻ ഇഞ്ചി നമ്മളെ സഹായിക്കും. ദിവസവും ഭക്ഷണത്തിൽ ഇഞ്ചി ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ചെറുകുടലിൽ ദഹനരസങ്ങൾ ഉണ്ടാവുകയും ദഹനപ്രക്രിയ കൃത്യമായി നടക്കുകയും ചെയ്യുന്നു. സർജറി കഴിഞ്ഞുണ്ടാവുന്ന മുറിവുകൾ പഴുക്കാതിരിക്കാൻ ഇഞ്ചിയുടെ ഉപയോഗം നമ്മളെ സഹായിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇഞ്ചി നമ്മളെ സഹായിക്കും. ദിവസവും ഒരു കഷ്ണം ഇഞ്ചി കട്ടൻ ചായയിൽ ചേർത്ത് കഴിക്കുക, അല്ലെങ്കിൽ 15 മില്ലി ഇഞ്ചി നീര് വെറും വയറ്റിൽ കഴിക്കുക. അസിഡിറ്റി, അൾസർ മുതലായ രോഗങ്ങളുള്ളവർ ഇഞ്ചി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ശരീരത്തിലും മുഖത്തും വിട്ടുമാറാതെ കുരുക്കൾ വരുന്ന അവസ്ഥയുള്ളവർ ഇഞ്ചി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബാക്ടീരിയ കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളെ ചെറുക്കാൻ ഇഞ്ചി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഫംഗസ് കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളെ തടയാൻ ഇഞ്ചിക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കുന്നു. ഒരു കഷ്ണം ഇഞ്ചി ദിവസവും 15 മില്ലി തൈരിൽ ചേർത്ത് കഴിക്കുന്നത് ഈ ഫംഗസ് രോഗങ്ങളെ തടയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ തൈരിനും ഫംഗസ് രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവുണ്ട്. സന്ധിവേദനകൾ മാറുന്നതിന് ഇഞ്ചി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇഞ്ചി വളരെ നല്ലൊരു വേദന സംഹാരിയാണ്. ആർത്തവ സമയത്ത് സ്ത്രീകൾക്കുണ്ടാവുന്ന വയറുവേദന മുതലായ ബുദ്ധിമുട്ടുകൾക്ക് ഇഞ്ചി വളരെ നല്ലൊരു ഔഷധമാണ്. ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയൊക്കെ കുറയുന്നതിന് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് ഇഞ്ചി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പാലിൽ ഇഞ്ചി ചേർത്ത് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഇനി ഇഞ്ചി ആർക്കൊക്കെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ മാത്രം ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഗർഭിണികൾ, രക്തസംബന്ധമായ അസുഖങ്ങളുള്ളവർ, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ, ശസ്ത്രക്രിയയ്ക്ക് ഇനി വിധേയരാവാൻ പോകുന്നവർ, പിത്താശയക്കല്ല് ഉള്ളവർ എന്നിവർക്ക്, അതുപോലെ തന്നെ വളരെ ഭാരം കുറഞ്ഞവർ, ഇവർക്കൊക്കെ ഇഞ്ചി ഉപയോഗിക്കുന്നതിൽ അളവ് ശ്രദ്ധിക്കണം. വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഇഞ്ചി ഉപയോഗിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി.